നരേന്ദ്രമോദിയും അമിത്ഷായും ഹിമന്ത് ബിശ്വ ശർമ്മയും അടങ്ങുന്ന BJPയുടെ ഒന്നാം നിരയെ ഒറ്റയ്ക്ക് നിന്ന് മലർത്തിയടിച്ച നേതാവ്. BJPയും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ ഏജൻസികളും വളഞ്ഞിട്ടാക്രമിച്ചിട്ടും ഗോത്രവീര്യവുമായി അടിപതരാതെ നിന്ന പോരാളി. ജയിലിൽ നിന്നിറങ്ങി തിരഞ്ഞെടുപ്പ് പോരാട്ടം നയിച്ച മുഖ്യമന്ത്രി. ജാർഖണ്ഡിൽ തുടർ ഭരണം ഉറപ്പാക്കിയ ജനപ്രിയൻ ഹേമന്ത് സോറൻ. ആരാണ് ഹേമന്ത് സോറൻ? കടന്നു വന്ന രാഷ്ട്രീയ വഴിയേത് പരിശോധിക്കാം. രണ്ടായിരത്തിൽ രൂപം കൊണ്ട് ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രി സ്ഥാനത്ത് 3 ടേമിലായി ഇത് 4ാം തവണ. ഒരു മാസം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ ജാർഖണ്ഡ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന റെക്കോർഡ് ഹേമന്ത് സോറൻ്റെ പേരിലാവും. ഒരു തവണ പ്രതിപക്ഷ നേതാവ്, ചെറിയൊരിടവേളയിൽ രാജ്യസഭാംഗം, ജാർഖണ്ഡ് മുക്തി മോർച്ച വർക്കിംഗ് പ്രസിഡന്റ്. ഈ വിലാസമെല്ലാം പേറുന്ന ഹേമന്ത് സോറൻ എന്ന 49കാരൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ട് 15 വർഷം മാത്രം. 2013 ജൂലൈയിൽ ആദ്യ തവണ മുഖ്യമന്ത്രിയാവുമ്പോൾ പ്രായം 37 മാത്രമായിരുന്നു. 1975 ഓഗസ്റ്റ് 10 അന്നത്തെ ബീഹാറിൻ്റെയും ഇപ്പോഴത്തെ ജാർഖണ്ഡിൻ്റെയും ഭാഗമായ നെമാറയിലാണ് ജനനം. ഈ നേട്ടങ്ങളിലേക്കെല്ലാം നയിച്ച പ്രധാനപ്പെട്ട മേലുവിലാസം മറ്റൊന്നാണ്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും JMM സ്ഥാപകനുമായ ഷിബു സോറൻ്റെ മകൻ എന്നതാണ്. സാന്താൾ ഗോത്രവിഭാഗത്തിൽ ജനിച്ച് ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും നേതാവുമായി മാറിയ ഷിബു സോറൻ്റെ മകൻ എന്നത് ഗോത്രവിഭാഗങ്ങൾ വിധി നിശ്ചയിക്കുന്ന ജാർഖണ്ഡിൽ അത്ര ചെറിയ മേൽവിലാസമല്ല. നിലവിൽ ജാർഖണ്ഡിലെ ഏറ്റവും കരുത്തനായ നേതാവ് ഹേമന്ത് സോറനാണെന്ന് തെളിയിക്കുന്നതാണ് 3-2 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഇപ്പോഴത്തെ വിജയം. 81 അംഗ നിയമസഭയിൽ 56 സീറ്റ് നേടിയാണ് ഇന്ത്യ മുന്നണി അധികാരം നേടിയത്. 34 സീറ്റ് നേടി JMM ഒന്നാമത്തെ കക്ഷിയായി. 16 സീറ്റ് കോൺഗ്രസിന്, 4 സീറ്റ് RJDക്ക്, CPIML ലിബറേഷന് 2 സീറ്റ്. NDAയും ഇന്ത്യ സഖ്യവും നേർക്കുനേർ നിന്ന ജാർഖണ്ഡിലാണ് ഇന്ത്യ മുന്നണിയുടെ ഒരേ ഒരു നായകനായി നിന്നുകൊണ്ട് ഈ സഖ്യത്തെ നയിച്ച് ഹേമന്ത് സോറൻ വിജയം ഉറപ്പിച്ചത്. രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല ഹേമന്ത് സോറൻ നയിച്ചത്, നിയമ പോരാട്ടം കൂടിയാണ് ഒരു വഴിക്ക് നയിച്ചത്. ഇത് പ്രത്യേകം ഓർക്കണം. അച്ഛനെ പോലെ മകനും അധികാരസ്ഥാനങ്ങൾ മാത്രമല്ല അഴിമതി കേസുകളും ജയിൽവാസവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ED കേസിൽ ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. ഭൂമി തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃതമായി നേടിയ ഖനി പാട്ടക്കരാർ അടക്കം 3 അഴിമതി കേസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എതിരാളികളെ തകർക്കാനായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് BJP നടത്തുന്ന വേട്ടയാണിതെന്ന വാദമാണ് JMM ഉയർത്തുന്നത്. ഗോത്രവർഗത്തിൽ നിന്നുള്ള നേതാവിനെ വേട്ടയാടാനായി BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ JMMനായി. ഷിബു സോറൻ്റെ മകൻ എന്നതിനപ്പുറം സ്വന്തം നിലയിൽ വിശ്വാസ്യതയും നേതൃമികവും തെളിയിച്ച നേതാവായി കൂടി ഇപ്പോൾ ഹേമന്ത് സോറൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ തുടർ വിജയം. 2009 രാജ്യസഭാംഗമായി ഹേമന്തിൻ്റെ രാഷ്ട്രീയ തുടക്കം. തൊട്ടടുത്ത വർഷം അർജുൻ മുണ്ടെ മുഖ്യമന്ത്രിയായ BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. BJPക്കൊപ്പമായിരുന്നു അന്ന് JMM എന്നോർക്കണം. ആർക്കും ഭൂരിപക്ഷമില്ലാതെ പലതവണ മാറി മറിഞ്ഞ അത്തവണത്തെ സർക്കാരിൽ അവസാനത്തെ 1.5 വർഷം മുഖ്യമന്ത്രിയുമായി. 2014 JMMനെ BJP വീഴ്ത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവായി. 2019 JMM കോൺഗ്രസ് RJD സഖ്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. കള്ളപ്പണക്കേസിൽ ED അറസ്റ്റിന് മുന്നോടിയായി 2024 ജനുവരി 31 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. പകരം ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയാക്കി. കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ 2024 ജൂലൈ 4 വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തി. കുടുംബത്തിലെ തർക്കത്തെ തുടർന്നാണ് ഭാര്യ കൽപ്പനയും സഹോദരൻ ബസന്തിനെയും ഒഴിവാക്കി ജാർഖണ്ഡ് കടുവ എന്നറിയപ്പെടുന്ന ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയാക്കിയത്. ആ ചമ്പായ് സോറൻ പിന്നീട് BJP ക്യാമ്പിലേക്ക് മാറുകയും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യ പ്രചാരകനായി നിന്ന് ഹേമന്ത് സോറനെതിരെ പട നയിക്കുകയും ഒക്കെ ചെയ്തു. മറ്റൊന്നാർക്കണം, ചമ്പായ് സോറൻ, ഷിബു സോറൻ JMM രൂപീകരിച്ച കാലം മുതലുള്ള നേതാവാണ്, മുതിർന്ന നേതാവാണ്. പക്ഷേ ആ ചമ്പായ് സോറനെ അല്ല, ഹേമന്ത് സോറനെയാണ് ജനം വിശ്വസിച്ചത്.
ഇതോടൊപ്പം തന്നെ ഈ ഹേമന്ത് സോറൻ്റെ രാഷ്ട്രീയ കുടുംബം JMMൻ്റെ തലപ്പത്തും സർക്കാരിലുമെല്ലാം JMMൻ്റെ നിരവധി നേതാക്കളാണ് ഉള്ളത്. ഷിബു സോറൻ്റെ ഏറ്റവും മൂത്ത മകൻ ആയിരുന്നു ആദ്യം രാഷ്ട്രീയത്തിലെത്തിയത്. അദ്ദേഹമായിരുന്നു. ദുർഗാ സോറനായിരുന്നു ആദ്യം രാഷ്ട്രീയത്തിൽ ഷിബു സോറൻ്റെ പിൻഗാമിയായി വരും എന്നൊക്കെ കരുതിയിരുന്നത്. 2009 അദ്ദേഹം അന്തരിച്ചത്. ഷിബു സോർ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീത സോറൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ദുർഗയുടെ മണ്ഡലമായ ജാമയിൽ നിന്നും പിന്നീട് അവർ തുടർച്ചയായി 3 തവണ വിജയിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഹേമന്തിൻ്റെ ഭാര്യ ഹേമന്ത് സോറൻ സ്വാഭാവികമായും അധികാരത്തിലേക്ക് വരുന്നു. ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ കൂടി വന്നതോടുകൂടി JMM നേതൃത്വവുമായി സ്വാഭാവികമായും സീതാ സോറന് ചില തെറ്റലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ സീതാ സോറൻ കുടുംബത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയവും ഇട്ടുകൊണ്ട് BJPയിലേക്ക് ചേർന്നു. ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഹേമന്ത് സോറനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടും അവർ വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. മറ്റ് പ്രധാനപ്പെട്ടയാൾ ഷിബു സോറൻ്റെ 3ാമത്തെ മകനാണ് ബസന്ത് സോറൻ, ഹേമന്തിൻ്റെ ഇളയ സഹോദരൻ. ഹേമന്ത് സോറൻ 2ാമത്തെ മകനാണ്, ഹേമന്തിൻ്റെ നേരെ ഇളയ സഹോദരൻ. ബർഹദിൽ നിന്നും ദുംഗയിൽ നിന്നും കഴിഞ്ഞ തവണ ഹേമന്ത് സോറൻ ജയിച്ചപ്പോൾ അദ്ദേഹം ദുംഗ സീറ്റ് ഒഴിയുകയും ദുംഗയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തപ്പോൾ അവിടെ സഹോദരനെ അനിയനെ സ്ഥാനാർത്ഥിയാക്കി. അവിടെ നിന്നാണ് ജയിച്ചത്, മന്ത്രിയായി. ദുംഗയിൽ നിന്ന് വീണ്ടും അദ്ദേഹം ഇപ്പോഴും വിജയിക്കുകയും ചെയ്തു. മറ്റ് കുടുംബത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരാൾ കൽപ്പന സോറനാണ്. നിലവിൽ 2ാം തവണയാണ് കൽപ്പന സോറൻ MLA ആവുന്നത്. ഇത്തവണയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയുടെയും ജാർഖണ്ഡ് JMMൻ്റെയും എല്ലാം മുഖ്യ പ്രചാരകരിൽ ഒരാളായിരുന്നു. 2024 മാർച്ച് 4 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. കഷ്ടിച്ച് 8 മാസം മാത്രമാണ് രാഷ്ട്രീയത്തിൽ കൽപ്പന സോറൻ്റെ പരിചയമെന്ന് ഓർക്കണം. ഈ കൽപ്പന സോറനെ നേരത്തെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ മുഖ്യമന്ത്രിയാക്കാനൊക്കെ ഹേമന്ത് സോറൻ ആലോചിച്ചതാണ്. അന്ന് പക്ഷേ കുടുംബത്തിൽ എതിർപ്പ് വന്നതിനെ തുടർന്നാണ് ചമ്പൈ സോറനെയൊക്കെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ഗാണ്ടയിൽ നിന്നും ആദ്യമായി കൽപ്പന മത്സരിക്കുന്നത്. അവിടെ കൽപ്പന വിജയിച്ചു. ഇപ്പോൾ വീണ്ടും കൽപ്പന മത്സരിച്ചു. ഈ 2 തവണയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ പ്രചാരകയായി നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. ഇക്കുറിയും ഹേമന്ത് സോറനേക്കാൾ കൂടുതൽ യോഗങ്ങളിലൊക്കെ 200-ലധികം റാലികളിലും യോഗങ്ങളിലുമാണ് അവർ പങ്കെടുത്തത്. അവർ ഇത്തവണയും ജയിച്ചു MLA ആയി. ഇത്തവണ അവർ മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ജാർഖണ്ഡിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ നടുമുറ്റത്തേക്ക്, ഇന്ത്യ മുന്നണിയുടെ നടുനിരയിലേക്ക് കസേര ഉറപ്പിക്കുകയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി കൂടിയായ 49-കാരൻ ഹേമന്ത് സോറൻ.